AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ ലെറ്റ്സ് പ്ലേ ഫോർ ഫ്രണ്ട്ഷിപ്പ്, കളിക്കാം കൂട്ടുകൂടാം എന്ന പാഠഭാഗത്തിലെ കായിക പ്രവർത്തനങ്ങളും അതിലത്തെ ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ ഏതൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ദേ ആർ ഇൻവോൾവ് ഇൻ. ഫസ്റ്റത്തെ ഏതാണ്? ഫുട്ബോളാണ്. പിന്നെ സെക്കൻഡ് വൺ വോളിബോൾ, പിന്നെ സ്കിപ്പിങ്, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, സൈക്ലിങ്, അങ്ങനെയുള്ള കായിക പ്രവർത്തനങ്ങളാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് യു ഒബ്സർവ്ഡ് ഇൻ യുവർ സെൽഫ് വൈ ഇൻവോൾവിങ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്? അതായത് നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ കളികളിലൂടെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വേരിയസ് ഓർഗൻസ് ബോഡി ഫങ്ഷൻ ഇഫക്റ്റീവ്ലി, അച്ചീവിങ് ബെറ്റർ ഹെൽത്ത്, ബിക്കം എനർജറ്റിക്, ലെസ് അൺനെസസറി തോട്ട്സ്, ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി. എന്തൊക്കെയാണ് പറയുന്നത്? അതായത് ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനം സുഗമമായി നടക്കും, അതുപോലെ മികച്ച ആരോഗ്യം കൈവരിക്കാൻ സാധിക്കും, മടിയും മടുപ്പൊക്കെ മാറും, നല്ല എനർജറ്റിക് ആവും, നമ്മൾ നല്ല ഊർജ്ജസ്വലത ലഭിക്കും, അതുപോലെ വേണ്ടാത്ത ചിന്തകളൊക്കെ കുറയും, നല്ല സന്തോഷവും ഉറക്കവും ലഭിക്കും. ഇതൊക്കെയാണ് നമുക്ക് ആ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ചിത്രത്തിൻ്റെ അടിയിൽ ഏതൊക്കെയാണ് ഈ ആക്ടിവിറ്റീസ്, ഈ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതുപോലെ കള്ളിയൊക്കെ വരച്ചിട്ടുള്ള അതിൽ നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്താ പിക്ചർ 1 ഏതാണ്, നെയിം ഓഫ് ദി ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് എ ഫിസിക്കൽ ആക്ടിവിറ്റി? എന്താണ് കായിക പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് എനി ബോഡിലി മൂവ്മെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മസിൽസ് ആൻഡ് റിക്വയേഴ്സ് എനർജി എക്സ്പെൻഡിച്ചർ ഈസ് എ ഫിസിക്കൽ ആക്ടിവിറ്റി. എന്താ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേശികളുടെ സഹായത്താൽ ഊർജ്ജ ഉപഭോഗത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഏതൊരു ചലനവും എന്താണ്? കായിക പ്രവർത്തനമാണ്. പേശികളുടെ സഹായത്താൽ ഊർജ്ജ ഉപഭോഗത്തോടു കൂടി ചെയ്യുന്ന, പേശികളുടെ സഹായത്താൽ, അതായത് എനി ബോഡിലി മൂവ്മെൻറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മസിൽസ് കൊണ്ട് ചെയ്യുന്ന ഏത് തരം ബോഡിലി മൂവ്മെൻറ്റ്സും ആൻഡ് എനർജി റിക്വയർസ് എനർജി എക്സ്പെൻഡിച്ചർ, അതായത് ഊർജ്ജ ഉപഭോഗത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അല്ലെങ്കിൽ ഏതൊരു ബോഡിലി മൂവ്മെൻറ്റ്സും എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കായിക പ്രവർത്തനം എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് എൻഗേജിങ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെയിലി. നമ്മൾ ഡെയിലി ഇതുപോലെ കായിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മൾ ഡെയിലി ഇതുപോലെ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, മസിൽസ് സ്ട്രോങ് ആവും, ബെറ്റർ ഫ്ലെക്സിബിലിറ്റി, നല്ല ഫ്ലെക്സിബിൾ ആവും നമ്മുടെ ബോഡി, ബെറ്റർ അപ്പിറ്റൈറ്റ്, അതുപോലെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ബെറ്റർ സോഷ്യൽ ലൈഫ്, ഫീലിംഗ് മോർ റിലാക്സ്ഡ്, ഇംപ്രൂവ്ഡ് അപ്പിയറൻസ്, ഇൻക്രീസ്ഡ് എനർജി ലെവൽസ്, പ്രോപ്പർ യൂസ് ഓഫ് ലിഷർ ടൈം, വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഗുഡ് റിലേഷൻഷിപ്പ്, ബെറ്റർ ലൈഫ്, നല്ല സോഷ്യൽ ലൈഫ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, മസിൽസ് സ്ട്രോങ് ആവും, നമ്മുടെ ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും, നമ്മൾ നല്ല റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള എന്താണ്? നമ്മുടെ ഒഴിവ് സമയം നമുക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് ചിലവഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ശരീരഭാരം ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് കായിക പ്രവർത്തനങ്ങൾ അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സസൈസ്? Exercise is a planned, structural and continuous movement that aims at improving and maintaining physical fitness. എന്താണ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് വ്യായാമം എന്ന് പറയും.
ശാരീരിക ക്ഷമത നിലനിർത്തുന്നതും മെച്ചപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രിതവും ക്രമീകൃതവും നിരന്തരവുമായി ചെയ്യുന്ന ചലന പ്രവർത്തനങ്ങളാണ് വ്യായാമം എന്ന് പറയുന്നത്. എന്താണ് വ്യായാമം അഥവാ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, exercise is a planned, structural and continuous movement that aims at improving and maintaining physical fitness. അതായത് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതെന്താണ് എയിംസ് അറ്റ് ഇംപ്രൂവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, നമ്മുടെ ബോഡി ഫിറ്റായിട്ടിരിക്കാനായിട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യാനുള്ള അതാണ് ഇതിന് ലക്ഷ്യമാക്കുന്നത്, എക്സസൈസ് എന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഓക്കെ, ദീസ് ബെനിഫിറ്റ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ടു പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് വേരിയസ് ഓർഗൻസ് ഓഫ് ദി ബോഡി. ദീസ് ചേഞ്ചസ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദി ഓർഗൻ സിസ്റ്റം. ദെയർഫോർ എൻഗേജിംഗ് ഇൻ ഗെയിംസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി മെയ്ഡ് എ ഹാബിറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്. അതായത് ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്തരം മാറ്റങ്ങൾ ശരീരത്തിലെ അവയവ വ്യവസ്ഥയുടെ ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അതായത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ ശരീരത്തിലെ ക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിന് ഇതുപോലത്തെ കളികളും അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ശീലമാക്കേണ്ടത് അനിവാര്യമാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു ഭാഗം വരുന്നതാണ് ലെറ്റ്സ് പ്രാക്ടീസ് ഫോർ ഹെൽത്ത്. അതായത് ആരോഗ്യത്തിനായിട്ട് നമുക്ക് ശീലിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് അതായത് ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട്. അതായത് വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഓഫ് ഡൂയിങ് ഫിസിക്കൽ എക്സസൈസ് ആസ് എ പാർട്ട് ഓഫ് ഡെയിലി റുട്ടീൻ. നമ്മുടെ ഡെയിലി റുട്ടീൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഉള്ളത്? ഗോ ഫോർ മോർണിംഗ് ഓർ ഈവനിങ് വാക്സ്. നമുക്ക് ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് വാക്സിനൊക്കെ അതായത് നടക്കാനൊക്കെ പോവാം. യൂസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു എൻഗേജ് ഇൻ ലിഷർ. അതായത് നമുക്ക് ലിഷർ ടൈമിൽ നമ്മുടെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ കളികളിലൊക്കെ നമുക്ക് ഏർപ്പെടാം. അതുപോലെ തന്നെ എൻഷുർ ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അറ്റ് സ്കൂളിലും വീട്ടിലൊക്കെ ആയിട്ട് നമുക്ക് കുറേ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻവോൾവ് ഇൻ ഡൊമസ്റ്റിക് ആൻഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. വീട്ടിലെ കൃഷിപ്പണികളിൽ നമുക്ക് പങ്കെടുക്കാം. അതുപോലെ തന്നെ മേക്ക് സൈക്ലിംഗ് എ ഹോബി. അതായത് നമുക്ക് സൈക്കിൾ ചവിട്ടാം, അതൊരു ഹോബിയായിട്ട് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ പ്രാക്ടീസ് സ്വിമ്മിങ് ആൻഡ് എയറോബിക്സ്. നീന്തലിലും എയറോബിക്സിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് കായിക പ്രവർത്തനങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. Name the diet in which all nutrients in the right proportion and quantity. അതായത് എന്തതിൽ പറയുന്നത്? അതായത് എല്ലാ പോഷകങ്ങളും ഒരേ അളവിൽ ഉൾപ്പെടുത്തിയ ആഹാരം ഏതാണ്? എല്ലാ പോഷകങ്ങളും ഒരേ അളവിൽ ഉൾപ്പെടുത്തിയ ആഹാരത്തിന് പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരം. നെയിം ദ ഡയറ്റ് ഇൻ വിച്ച് ഓൾ ദ ന്യൂട്രിയൻസ് ഇൻ ദ റൈറ്റ് പ്രൊപ്പോർഷൻ ആൻഡ് ക്വാണ്ടിറ്റി. ഏതാണ് ബാലൻസ്ഡ് ഡയറ്റ്? അതായത് സമീകൃത ആഹാരം. നെക്സ്റ്റ്, വിച്ച് ന്യൂട്രിയൻ ഹെൽപ്പ് ഇൻ ബോഡി ബിൽഡിംഗ്. അതായത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന്, ശരീര പോഷണത്തിന് നമ്മെ സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ന്യൂട്രിയൻ്റ് ഏതാണ്? പ്രോട്ടീനാണ്. പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയും. പ്രോട്ടീൻ അഥവാ മാംസ്യമാണ് ശരീര പോഷണത്തിന്, ബോഡി ബിൽഡിങ്ങിന് നമ്മെ സഹായിക്കുന്ന ന്യൂട്രിയൻ്റ്. ഓക്കെ, നെക്സ്റ്റ്, നമ്മുടെ ഫുഡിലുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ ഓരോ ഫുഡിലും അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്കും നോക്കാം. റൈസിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കഴിക്കുന്നത് ചോറ്,
റൈസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻ്റാണ് കാർബോഹൈഡ്രേറ്റ്. അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ എന്താണ്, വൈറ്റമിൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. പൾസസ്, ഇത് പരിപ്പ് പോലത്തുള്ള പൾസസിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്, പ്രോട്ടീൻ കണ്ടി പയർ, അതുപോലെ തന്നെ പൾസസ് പോലത്തെ ഐറ്റംസ്, ഉണക്ക പയർ പോലത്തെ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്, പ്രോട്ടീൻ. ഓക്കെ, പിന്നെ ബട്ടറിൽ അടങ്ങിയിരിക്കുന്നതാണ് എന്ത്, ഫാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈ ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെയും ഫാറ്റ്, അതിൻ്റെയൊക്കെ മെയിൻ ഫങ്ഷൻ എന്താണ്, എനർജി ഈൽഡിങ് ആണ്. എന്താണ്, എനർജി ഈൽഡിങ് ആണ്. അതായത് നമുക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ഉള്ള അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുന്നത്. അന്നജം, കൊഴുപ്പൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരം എന്തിനാണ്, നമ്മുടെ ഊർജ്ജം നമുക്ക് എനർജി ഈൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ പ്രോട്ടീൻ എന്തിനാണ് സഹായിക്കുന്നത്, ബോഡി ബിൽഡിങ്ങിനാണ്, ശരീര പോഷണത്തിന്. നമ്മൾ പഠിച്ചു അല്ലേ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ. ആ പ്രോട്ടീൻ എന്തിനാണ് സഹായിക്കുന്നത്, ബോഡി ബിൽഡിങ്ങിനാണ് സഹായിക്കുന്നത്. അതുപോലെ വൈറ്റമിൻസ് ആൻഡ് മിനറൽ സോൾട്ട്സ്, ഇതൊക്കെ എന്തിനാണ് സഹായിക്കുന്നത്, അതായത് ജീവകങ്ങൾ, ധാതുക്കൾ, ഇതൊക്കെ നമ്മൾ എന്തിനാണ് സഹായിക്കുന്നത്, നമ്മുടെ ശരീര സംരക്ഷണത്തിനും പിന്നെ നമ്മുടെ എന്തിനാണ്, മെറ്റാബോളിക് ആക്ടിവിറ്റീസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ടിങ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അതിനൊക്കെയാണ് എന്തിന്, നമ്മുടെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ മെയിൻ ഫങ്ഷൻ. കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റിൻ്റെ ഫങ്ഷൻ എന്താ, എനർജി ഈൽഡിങ്. പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്താണ്, ബോഡി ബിൽഡിങ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽ സോൾട്ട്സിൻ്റെ ഫങ്ഷനാണ് ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ടിങ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ്. ഓക്കെ, അതുപോലെ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരുകളും അതിലെത്ര പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ്, എനർജി, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, അതുപോലെ തന്നെ കുറേ ന്യൂട്രിയൻസ് എന്തോരം അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് അനലൈസ് ചെയ്യുക ജസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ ഫുഡിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, ഏതൊക്കെ ന്യൂട്രിയൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അസസ്മെൻറ്റിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ റെലവൻറ്റ് ബോക്സ്. എൻഗേജിങ് ഇൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എൻഗേജിങ് ഇൻ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിസൾട്ട്സ് ഇൻ ബെറ്റർ ഹെൽത്ത്, യെസ് ഓർ നോ. എന്താണ്, യെസ്. എന്താ അതിൽ പറയുന്നത്, അതായത് ശരിയോ തെറ്റോ എന്നുള്ളത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥിരമായി കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മെച്ചപ്പെട്ട ആരോഗ്യം പ്രദാനം ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ, ശരിയാണ് അല്ലേ. എൻഗേജ് ഇൻ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിസൾട്ട്സ് ഇൻ ബെറ്റർ ഹെൽത്ത്, യെസ്. ഓൾ ദ ന്യൂട്രിയൻ കമ്പോണൻസ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ഇൻ എ ബാലൻസ്ഡ് ഡയറ്റ്. എന്താ അതിൽ പറയുന്നത്, സമീകൃത ആഹാരത്തിൽ എല്ലാ പോഷക ഘടകങ്ങളും ഒരേ അളവിൽ ഉൾപ്പെടുത്തണം. എന്താണ്, ശരിയാണോ തെറ്റാണോ. സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സമീകൃത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിലും അനുപാതത്തിലും നൽകുന്ന ഭക്ഷണക്രമമാണ് ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാര രീതി. അപ്പോൾ ഓൾ ദ ന്യൂട്രിയൻ കമ്പോണൻറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ഇൻ എ ബാലൻസ്ഡ് ഡയറ്റ്. ഇൻ എ സെയിം ക്വാണ്ടിറ്റി അല്ല, എന്താണ് അത്, കൃത്യമായ അളവിലും അനുപാതത്തിലുമാണ് നൽകേണ്ടത്. എല്ലാം സെയിം ക്വാണ്ടിറ്റി അല്ല നൽകേണ്ടത്, എന്നാൽ കൃത്യമായ അളവിലും അനുപാതത്തിലുമാണ് നൽകേണ്ടത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ, അത് തെറ്റാണ് അല്ലേ, നോ ആണ്. The nutrient component must be altered according to the different physical activities. എന്താ അതിൽ പറയുന്നത്, അതായത് കായിക പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തതയ്ക്കനുസരിച്ച് പോഷക ഘടകങ്ങളെ ക്രമീകരിക്കേണ്ടതാണ്. ആണോ, ശരിയാണോ തെറ്റാണോ, ശരിയാണല്ലേ. നമ്മുടെ കായിക പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തതയ്ക്കനുസരിച്ച് പോഷകഘടകങ്ങളെ ക്രമീകരിക്കേണ്ടതാണ്, ശരിയാണല്ലേ. കാരണം നമ്മുടെ ഓരോ കായിക പ്രവർത്തനത്തിനും ഓരോ തരം നമ്മുടെ ഫിറ്റ്നസ്സാണ് ഇതുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പോഷകഘടകങ്ങൾ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ, അതായത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്രിയൻ കമ്പോണൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ബോഡി ബിൽഡിങ്. ഏതാണ് ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുന്ന കമ്പോണൻറ്റ്? കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്. ഇതിലേതാണ് പഠിച്ചിട്ടുണ്ട്? ഏതാണ് ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുന്നത്? പ്രോട്ടീനാണ്. ഓക്കെ, മാംസ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആസ് എ റിസൾട്ട് ഓഫ് എ ഫിസിക്കൽ ആക്ടിവിറ്റി? അതായത് താഴെ പറയുന്നവയിൽ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഗുണഫലം അല്ലാത്തത് ഏതാണ്? ഫസ്റ്റത്തെ ഓപ്ഷൻ എൻഹാൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, പ്രോപ്പർ യൂസ് ഓഫ് ലിഷർ ടൈം, ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഗുഡ് റിലേഷൻഷിപ്പ്, വെയിറ്റ് മാനേജ്മെൻറ്റ്. ഏതാണ്? എന്താ ഇതിൽ പറയുന്നത്? അതായത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു, ഒഴിവു സമയം കാര്യക്ഷമമായി ചെലവഴിക്കാൻ സാധിക്കുന്നു, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവസരം ലഭിക്കുന്നു, ശരീരഭാരം ക്രമീകരിക്കാൻ സാധിക്കുന്നു. ഇതിലേതാണ്? സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നു, ഇതാണ് അതിൽ പെടാത്തത്. അതിൽ അതായത് കായികപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ഗുണഫലമല്ലാത്തത്. ഓക്കെ, ബാക്കി നമുക്ക് ഒഴിവു സമയം കാര്യക്ഷമമായി ചെലവഴിക്കാൻ സാധിക്കും, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ശരീരഭാരം ക്രമീകരിക്കാൻ ഒക്കെ സാധിക്കും. ഓക്കെ, നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റും ലിഷർ ടൈമും അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ഗുഡ് റിലേഷൻഷിപ്പൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഗുണങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വൈൽ എൻഗേജിങ് ഇൻ എ ഫിസിക്കൽ ആക്ടിവിറ്റി പാൻറ്റിങ്, സ്വെറ്റിംഗ് ആൻഡ് തേഴ്സ്റ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഇഫക്റ്റീവ് ഫങ്ഷൻ ഓഫ് ഡാഷ്. അതായത് കളികളിൽ ഏർപ്പെടുമ്പോൾ കിതയ്ക്കുക, വിയർക്കുക, ദാഹിക്കുക എന്ന് തുടങ്ങി ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ ഡേഷിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം മൂലമാണ്. എന്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം മൂലമാണ് കളികളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ കിതയ്ക്കുക, വിയർക്കുക, ദാഹിക്കുക എന്ന് തുടങ്ങിയ ശരീരത്തിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? ഓർഗൻ സിസ്റ്റം ഓഫ് ദി ബോഡി. അതായത് നമ്മുടെ ശരീരത്തിലെ അവയവ വ്യവസ്ഥയുടെ കാര്യക്ഷമമായ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വിയർക്കുന്നതും നമുക്ക് ദാഹിക്കുന്നതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് A dash diet is one that consists of all nutrients in the diet proportion and quantity. അതായത് പോഷക ഘടകങ്ങൾ അനുയോജ്യമായി ക്രമീകരിച്ച ഭക്ഷണ രീതിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഏതാണ്? ബാലൻസ്ഡ് ഡയറ്റ്, അതായത് സമീകൃത ആഹാരം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഒറ്റയാനെ കണ്ടെത്തുക. ഓഡ് വൺ ഔട്ട്. ഓക്കെ, അതിലെന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? പുട്ട്, കടല, അപ്പം, ചപ്പാത്തി. ഇതിലേതാണ് ഓഡ് വണ്ണ്? ഏതാണ് ഒറ്റയാൻ? ഏതാണ്? കടലയാണല്ലേ. കടലയിലാണ് കടല ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? പൾസസിലാണ് പെടുന്നത് അല്ലേ? പൾസസ്. അപ്പം അത് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ന്യൂട്രിയൻ്റ് ആണ് പൾസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് പ്രോട്ടീനാണ് പൾസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ? അപ്പമുണ്ട്, പുട്ടുണ്ട്, ചപ്പാത്തി, അതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേതാണ് ഓഡ് വൺ ഔട്ട്? കടലയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ വരുന്നത് തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ. ഇതിലേതാണ് ഓഡ് വൺ ഔട്ട്? വൈറ്റമിൻ ആണ് ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ കാർബോഹൈഡ്രേറ്റ് ഒരു സൈഡിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ബട്ടർ, വെജിറ്റബിൾസ്, പൾസസ്, റൈസ്. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഫുഡാണ് ഇത് റൈസ്, പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതാണ് ഇത് പൾസസ്, ഫാറ്റ് അടങ്ങിയിരിക്കുന്നതാണ് ബട്ടർ, വൈറ്റമിൻസ് ഉള്ളതാണ് ഇതിൽ വെജിറ്റബിൾസ്. അപ്പോൾ അത് ഫില്ല് ചെയ്യുക, അത് മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഫൈൻഡ് ആൻഡ് റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ദി ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ദ ബോഡി ഡ്യൂ ടു റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അതായത് എന്താണ് ഇതിൽ പറയുന്നത്? ദൈനംദിന കായിക പ്രവർത്തനങ്ങളിലൂടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഉദാഹരണം എഴുതുക. എന്താണ്? നമുക്കൊന്ന് നോക്കാം. അതായത് വേരിയസ് ഓർഗൻസ് ഓഫ് ദി ബോഡി ഫങ്ഷൻ ഇഫക്റ്റീവ്ലി, അച്ചീവിങ് ബെറ്റർ ഹെൽത്ത്, ബിക്കം എനർജറ്റിക്, ലെസ് അൺനെസസറി തോട്ട്സ്, ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുന്നേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് എനർജി ഈൽഡിങ് ഫുഡ്. എനർജി ഈൽഡ് അതായത് നമുക്ക് ഊർജ്ജദായക ഭക്ഷണ പദാർത്ഥങ്ങൾക്ക്
ഉദാഹരണം എഴുതുക. ഏതൊക്കെയാണ് ഊർജ്ജദായക ഭക്ഷണ പദാർത്ഥങ്ങൾ? അതായത് എനർജി ഈൽഡിങ് ഫുഡാണ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റും അല്ലേ? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റുമാണ് എനർജി ഈൽഡിങ് തരുന്ന ന്യൂട്രിയൻസ്. അപ്പോൾ അതടങ്ങിയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡാണ് ഏത്? ഗ്രെയിൻസ് സച്ചസ് ബ്രെഡ്, ന്യൂഡിൽസ്, പാസ്ത, ക്രാക്കേഴ്സ്, സെറിയൽസ് ആൻഡ് റൈസ്. ഫ്രൂട്ട്സ് സച്ചസ് ആപ്പിൾസ്, ബനാനസ്, ബെറീസ്, മാംഗോസ്, മെലൺസ് ആൻഡ് ഓറഞ്ചസ്. ഡയറി പ്രൊഡക്ട്സ് സച്ചസ് മിൽക്ക് ആൻഡ് യോഗർട്ട്. ഇതിലൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത്. ഇനി ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഫുഡാണ് ഏത്? ഫിഷ്, അവക്കാഡോ, സീഡ്സ്, നട്ട്സ്, ഓയിൽ, എഗ്സ്, ഗ്രൗണ്ട് ഫ്ലാക്സ് സീഡ്സ്, ബീൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? എനർജി ഈൽഡിങ് ഫുഡിനുള്ള എക്സാമ്പിൾസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ദ ന്യൂട്രിയൻ കമ്പോണൻറ്റ് ബേസ്ഡ് ഓൺ ദർ ഫങ്ഷൻസ്. അതായത് ന്യൂട്രിയൻ കമ്പോണൻസ് അതിൻ്റെ ഫങ്ഷൻസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിലും ഫാറ്റിലും അടങ്ങി അതിൻ്റെ ഫങ്ഷൻ എന്താണ്? എനർജി ഈൽഡിംഗ് ആണ്. പ്രോട്ടീൻ്റെ എന്താണ്? ബോഡി ബിൽഡിംഗ് ആണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽ സോഴ്സിൻ്റെ എന്താണ്? ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റി. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി റിക്വയർഡ് ഇൻ അവർ ഡെയിലി ലൈഫ്? എന്താ അതിൽ പറയുന്നത്? അതായത് കായിക പ്രവർത്തനങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭാഗമാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്ട്രെങ്തൻസ് ദ ബോൺസ് ആൻഡ് മസിൽസ്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മുടെ ബോൺസിനെയും മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കും. ഇറ്റ് പ്രിവെൻറ്റ്സ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ ഇൻക്രീസിങ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി. നല്ല ഉറക്കത്തിന് നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ഓർഗാൻ സിസ്റ്റം ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്. അതായത് നമ്മുടെ എഫിഷ്യൻസി, ഓർഗൻ സിസ്റ്റം, നമ്മുടെ ശരീരത്തിലെ അവയവ്യവസ്ഥയുടെ ഒക്കെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഫിസിക്കൽ ആക്ടിവിറ്റി അഥവാ കായിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ന്യൂട്രിയൻ കമ്പോണൻസ്? ന്യൂട്രിയൻ കമ്പോണൻസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻ കമ്പോണൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽ സോൾട്ട്സ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എനർജി ഈൽഡിംഗ് ആണ്, പിന്നെ ബോഡി ബിൽഡിങ്, ബൂസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റി. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദ മോഡൽ ഓഫ് എ ഫുഡ് പ്ലേറ്റ് ഫോർ എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ സ്പോർട്സ് ആക്ടിവിറ്റീസ്. അതായത് ഒരു അതായത് സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ആളുടെ ഫുഡ് പ്ലേറ്റിൻ്റെ മാതൃക വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ മാതൃക വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കുക എല്ലാവരും. ഇതുപോലെ നിങ്ങളും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ഫുഡ് പ്ലേറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് യു കൺസ്യൂം ഇൻ എ ഡേ. ദെൻ റൈറ്റ് ദ ന്യൂട്രിയൻ കമ്പോണൻസ് ഓഫ് ഈച്ച് ഐറ്റം. എക്സാമിൻ ദ ലിസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് ദാറ്റ് യു കൺസ്യൂം ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ് ഓർ നോട്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ
ഒരു നമ്മൾ വിവിധ സമയങ്ങളിലായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് ആഹാര വസ്തുക്കളിലെ പോഷകഘടകങ്ങൾ ഏതൊക്കെയാണെന്നും ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ലിസ്റ്റ് പരിശോധിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം ബാലൻസ്ഡ് ഡയറ്റ്, അതായത് സമീകൃത ആഹാരമാണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടീച്ചർ ഇവിടെ ഒരു ടൈം, ബ്രേക്ക്ഫാസ്റ്റ്, മീൽ, ഈവനിങ്, സപ്പർ എന്ന് പറഞ്ഞിട്ട് ആ ടൈമിലുള്ള ഫുഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടീച്ചർ കഴിക്കുന്ന ഫുഡിൻ്റെ ആണ് എഴുതി. അപ്പോൾ അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, ഇന്ന ടൈമിൽ കഴിക്കുന്ന ഫുഡ് ഏതൊക്കെയാണ്, അതിൻ്റെ ന്യൂട്രിയൻ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക അതുപോലെ. എന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്താണ്, സമീകൃത ആഹാരമാണോ എന്നുള്ളത് നോക്കുക. എങ്ങനെ ബാലൻസ്ഡ് ഡയറ്റ് ആണോ നോക്കുക, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, ഫൈബർ, ഹെൽത്തി ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ഫുഡിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് എഴുതിയിട്ട് അതിലെ ന്യൂട്രിയൻ കമ്പോണൻസ് ചെയ്ത് എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം സമീകൃത ആഹാരമാണോ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ലെറ്റ്സ് പ്ലേ ഫോർ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.